സംസ്ഥാനത്ത് സർപ്പഭീതി ഒഴിയുന്നില്ല. കൊല്ലത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. കാസർഗോഡ് എളേരിത്തട്ടിൽ പാമ്പുകടിയേറ്റ് മരിച്ച 4.5 വയസ്സുകാരി ഋതുചന്ദ്രയുടെ മൃതദേഹം സംസ്കരിച്ചു. സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ നിന്നും പാമ്പുകളെ പിടികൂടി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി പാമ്പുകടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. കൊല്ലത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന രാജേന്ദ്രനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് അരിനല്ലൂരിലെ മകളുടെ വീടിന് മുന്നിൽ വെച്ച് ഇയാൾക്ക് അണലിയുടെ കടിയേറ്റത്. കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നു രാജേന്ദ്രൻ. തീവ്രപരിചരണത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കാസർഗോഡ് എളേരിത്തട്ടിൽ പാമ്പുകടിയേറ്റ് മരിച്ച 4 വയസ്സുകാരി ഋതുചന്ദ്രയുടെ മൃതദേഹം സംസ്കരിച്ചു. എളേരിത്തട്ടിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ഏപ്രിൽ 27-ന് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയെ പാമ്പ് കടിച്ചത്. സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശി അഷ്റഫിന് പാമ്പ് കടിയേറ്റു. കടിച്ച പാമ്പിനെ പിടികൂടി കവറിലാക്കിയാണ് അഷ്റഫ് ആശുപത്രിയിലെത്തിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അഷ്റഫിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ UP സ്കൂൾ വിദ്യാർത്ഥി ഇന്ദ്രനീലിനാണ് പാമ്പ് കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് കളിക്കുന്നതിനിടെ വീടിന് പുറകിലെത്തിയ ഇന്ദ്രനീൽ പാമ്പിന് തൊട്ടു മുന്നിലെത്തുകയും പാമ്പിനെ കണ്ട ഉടൻ തിരിച്ചോടുകയുമായിരുന്നു. ഭയന്ന കുട്ടി രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും രാജവെമ്പാലിയെയാണ് പിടികൂടിയത്. മരത്തിൽ കണ്ടെത്തിയ പാമ്പിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിസാഹസികമായാണ് പിടികൂടിയത്. വടാട്ടുപാറ മേഖലയിൽ പാമ്പ് ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് കുണ്ടുപറമ്പ് ഭാഗത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. സുനിത ജോസ് എന്നിവരുടെ വീടിന് പരിസരത്ത് കണ്ട പെരുമ്പാമ്പിനെ വകുപ്പിന് കീഴിലെ സർപ്പ വളണ്ടിയർ എത്തിയാണ് പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.